ഗ്രേറ്റ് ഇന്ത്യ ഡ്രൈവ് ഹ്യുണ്ടായി എല്ലാ വർഷവും നടത്തുന്ന ഒരു യുണീക്ക് ഡ്രൈവിംഗ് പ്രോഗ്രാമാണ് ഗ്രേറ്റ് ഇന്ത്യ ഡ്രൈവ്. ഈ വർഷവും നമ്മൾ അതിൻ്റെ ഭാഗമാണ്. ഹ്യുണ്ടായി മോട്ടോർ ഇന്ത്യ ലിമിറ്റഡ് രാജ്യത്തിലെ പ്രമുഖമായിട്ടുള്ള ഓട്ടോമോട്ടീവ് ജേർണലിസ്റ്റ് സ്ഥാപനങ്ങളുമായിട്ട് നടത്തിവരുന്ന ഒരു ഡ്രൈവ് ഇവന്റാണ് ഗ്രേറ്റ് ഇന്ത്യ ഡ്രൈവ്. വ്യത്യസ്തമായിട്ടുള്ള ടോപ്പിക്കുകളാണ് ഗ്രേറ്റ് ഇന്ത്യ ഡ്രൈവിന് എല്ലാ വർഷവും ഉണ്ടാവാറുള്ളത്. 2 തവണയാണ് ഫ്ലൈവിൽ ഇതിന്റെ മുന്നേ ഗ്രേറ്റ് ഇന്ത്യ ഡ്രൈവിന്റെ ഭാഗമായത്. ഇതിൽ ആദ്യത്തെ സ്റ്റാച്യു ഓഫ് യൂണിറ്റിൽ നിന്ന് തുടങ്ങി കന്യാകുമാരി വരെ നീണ്ടു നിന്നത് ബെസ്റ്റ് ഓഫ് ബെസ്റ്റ് ഡ്രൈവ് ആയിരുന്നു. കഴിഞ്ഞ വർഷം പ്രോജക്ട് ടൈഗറിന്റെ ഭാഗമായിട്ടുള്ള ഡ്രൈവ് ആയിരുന്നുണ്ട്, അതിലും ഞങ്ങൾ ഭാഗമായിരുന്നു. ഈ തവണ 3ാമത്തെ ഗ്രേറ്റ് ഇന്ത്യ ഡ്രൈവിലാണ് നമ്മൾ ഫ്ലൈവിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. നമ്മുടെ രാജ്യത്ത് പറഞ്ഞാൽ യൂണിറ്റി ഓഫ് ഡൈവേഴ്സിറ്റി ആയിട്ട് അറിയപ്പെടുന്ന രാജ്യം. ഒരുപാട് കാര്യത്തിൽ നമ്മൾ ഡൈവേഴ്സ്ഡ് ആണ്. കൾച്ചറലായിട്ടാണ്, ഭാഷയിലാണ്, ഫുഡിൻ്റെ കാര്യത്തിലാണ്. അതേപോലെ തന്നെ ഒരു ഡൈവേഴ്സാണ് ഇവിടുത്തെ ലാൻഡ്സ്കേപ്പ്. ഈ ലാൻഡ്സ്കേപ്പിൻ്റെ ഡൈവേഴ്സിറ്റി കാണിക്കുന്ന തരത്തിലാണ് ഇത്തവണത്തെ ഡ്രൈവുകൾ. നമ്മളിപ്പോൾ ഉള്ളത് ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ്. അഹമ്മദാബാദിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ റൺ ഓഫ് കച്ച് പോയി അവിടെ നിന്നും റോഡ് ടു ഹെവനിലെല്ലാം കവർ ചെയ്തിട്ട് നമ്മൾ എൻഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ നാട്ടിൽ മൂന്നാറിലാണ്. മൂന്നാറിലെ ഒരു ലാൻഡ്സ്കേപ്പ് അല്ല ഇവിടുത്തത്, അതേപോലത്തെ പല ലാൻഡ്സ്കേപ്പ് ഉണ്ട്. സോ നമ്മൾ നോക്കാൻ പോകുന്നത് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി ഓഫ് ലാൻഡ്സ്കേപ്പാണ്. സോ മൈ ഫ്ലൈവേഴ്സ്, വെൽക്കം ടു ഫ്ലൈ. നമ്മളിപ്പോൾ ഏഷ്യൻ്റെ ഭാഗമാണെങ്കിലും ഏഷ്യയിൽ നിന്ന് കുറച്ചുകൂടി താഴ്ന്നു നിൽക്കുന്ന രീതിയിലുള്ളത്, അതായത് ഇന്ത്യൻ ഓഷ്യൻ ആയിട്ടുള്ള അറേബ്യൻ സീയും ബേ ഓഫ് ബംഗാളിലേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലാണ് ഇന്ത്യൻ്റെ ഘടന ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ജോഗ്രഫിക്കൽ അഡ്വാൻറ്റേജസ് ഉണ്ട്. നമുക്കറിയാം ഇന്ത്യൻ്റെ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്ലേറ്റ്സ് വന്ന് ചേർന്നിട്ടാണ് ഹിമാലയൻ തന്നെ ഉണ്ടായത്. അപ്പോൾ ഹിമാലയത്തിന് താഴെ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഒരുപാട് ടോപ്പോഗ്രഫി ഉണ്ട്, ലാൻഡ്സ്കേപ്സ് ഉണ്ട്. അതായത് ഇപ്പം നമ്മൾ അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ പ്ലാറ്റ്യൂ ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് വെസ്റ്റേൺ ഗാട്ട്സ് പോലെ മലനിരകളുണ്ട്, അതുപോലെ തന്നെ വ്യത്യസ്തം ഇനം ഡെസേർട്ടായിട്ടും അതുപോലെ തന്നെ മലയായിട്ടും ഇങ്ങനെ മിക്സായി നിൽക്കുന്ന ഒരു ഭൂപ്രകൃതിയാണ് ഇന്ത്യക്കുള്ളത്. അത് എക്സ്പ്ലോർ ചെയ്യാണ് ഇത്തവണ ഹ്യുണ്ടായി ഗ്രേറ്റ് ഇന്ത്യ ഡ്രൈവിന്റെ ഭാഗമായിട്ടുള്ളത്. ഇതിന്റെ വിഷ്വൽസ് ശരിക്കും ഒരു ആസ്വദിക്കാവുന്നതാണ്. എൻജോയ് ഇറ്റ്. 30,000-ലേറെ സ്ക്വയർ കിലോമീറ്റർ വിസ്തീർണത്തിൽ ഗുജറാത്തിലെ കച്ച് ഡിസ്ട്രിക്റ്റിൽ സ്ഥിതി ചെയ്യുന്ന സോൾട്ട് പ്ലാറ്റ്യൂ ആണ് ഗ്രേറ്റ് റൺ ഓഫ് കച്ച്. ഒരു ഭാഗത്ത് ഗൾഫ് ഓഫ് കച്ച് കടലും മറ്റു ഭാഗത്ത് താർ മരുഭൂമിയിലും ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്ന ഈ റൺ ഓഫ് കച്ച് ഉഷ്ണകാലത്ത് 49.5 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് പോകുന്ന ഒരു ഏരിയയാണ്. ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിനോട് ചേർന്ന് നിൽക്കുന്ന ഈ ഭാഗം ഇപ്പോൾ അത്ര എളുപ്പത്തിൽ നമുക്ക് ആക്സസ് ഉള്ള ഏരിയ അല്ല. എന്നാൽ നമുക്ക് ആക്സസ് ഉള്ള ഒരു ഏരിയയാണ് ലിറ്റിൽ റൺ ഓഫ് കച്ച്. ഈ ലിറ്റിൽ റൺ ഓഫ് കച്ചിലാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം ലാൻഡ് സോൾട്ട് മൈൻ ചെയ്യപ്പെടുന്നത്. വർഷത്തിൽ 8 മാസം ഡ്രൈ ആയിട്ടും 4 മാസം വെള്ളത്തിലും ആടി നിൽക്കുന്ന ഈ ഒരു ഭാഗം ഉണങ്ങിക്കഴിഞ്ഞാൽ വളരെ ഭംഗിയുള്ളൊരു ഏരിയയാണ്. ഇതിന് നടക്കെ ഡോലാവീറ എന്ന സ്ഥലം കണക്ട് ചെയ്യുന്ന 30 കിലോമീറ്ററിലേറെ നീളമുള്ള 2 വശത്തും വെള്ളത്തോടു കൂടി നിൽക്കുന്ന സ്ട്രെയിറ്റ് റോഡാണ് റോഡ് ഓഫ് ഹെവൻ. ഒരുപാട് ട്രാവൽ വ്ളോഗേഴ്സും ജേർണലിസ്റ്റുകളും എല്ലാം യാത്ര ചെയ്തിട്ടാണ് ഈ ഒരു പേര് ഇതിന് നൽകിയിട്ടുള്ളത്. ഈ 3 ഭാഗവും ചേരുന്ന ഒരു ടോപ്പോഗ്രഫി ഇന്ത്യയിലെ വളരെ ഒരു യുണീക്കായി നിൽക്കുന്ന ഒരു ഭാഗമാണ്. ഇതിലൂടെയാണ് നമ്മുടെ ഹ്യുണ്ടായിലെ ഗ്രേറ്റ് ഇന്ത്യ ഡ്രൈവ് നടത്തിയിട്ടുള്ളത്. സോ നമ്മളിതാ ഈ ഫസ്റ്റ് ലെഗ് ഓഫ് GID ഇവിടെ എൻഡ് ചെയ്യാണ്. ഗ്രേറ്റ് ഇന്ത്യ ഡ്രൈവ് സിൻസ്വാഡ് എന്ന് പറഞ്ഞ ഏരിയയിലുള്ള ഇതാണ് ഗേറ്റ് ടു റൺ ഓഫ് കച്ച്. അപ്പം ഈ ഒരു ഗേറ്റ് കടന്നിട്ട് പോയി കഴിഞ്ഞാൽ റൺ ഓഫ് കച്ച് ഉണ്ട്. നമ്മൾ തിരിച്ചു വരികയാണ്. നമ്മളിപ്പോൾ ഇനിയിപ്പോൾ കേരളത്തിലേക്ക് എത്തും. നമ്മൾ ഈ ഡ്രൈവ് തുടരും, ലാൻഡ്സ്കേപ്പുകൾ കാണും, ഡൈവേഴ്സിറ്റി ഓഫ് ലാൻഡ്സ്കേപ്പ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകണം. സോ ദിസ് വാസ് ദ ഫസ്റ്റ് ലെഗ്. നമുക്ക് വേഗം തന്നെ കേരളത്തിൽ കാണാം. പക്ഷേ ഈ ഒരു ലെഗിൽ നിങ്ങൾ കണ്ട സ്ഥലം ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റോഡ് ടു ഹെവനിൽ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കമൻറ്റിൽ പറയാം. എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത ലെഗ് കേരളത്തിൽ നിന്ന് കാണാം. സ്റ്റേ ട്യൂൺഡ് ആൻഡ് എൻജോയ് വീലിംഗ്.